സോ വിദ്യ, കറക്ഷൻസ് എല്ലാം ഞാനിതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതല്ലല്ലോ നമ്മൾ പറഞ്ഞ ഫ്രെയിം വർക്ക്. സർ, കഴിഞ്ഞ ഡോക്ടറൽ മീറ്റിംഗിൽ എക്സ്റ്റേണൽ സജസ്റ്റ് ചെയ്ത ഫ്രെയിം വർക്ക് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിരിക്കുന്നത്. ആൻഡ് സർ, വി ഓൾ അഗ്രി ടു ദിസ് ഫ്രെയിം വർക്ക്, റൈറ്റ്? എനിക്കിത് സെൻസിബിളായി തോന്നുകയും ചെയ്തു. അതാ സെൻസിബിൾ ആയിട്ട് തോന്നിയോ എന്ന് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്ത ഫ്രെയിം വർക്ക് സെൻസ്ലെസ് ആണെന്നാണ്? അയ്യോ അല്ല സർ. കൊള്ളാം. സർ, ഈ മന്ത് എന്തെങ്കിലും ഇത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇനി ഒരു വർഷം കൂടി നഷ്ടമാവും സർ. പ്ലീസ് സർ, വെയിറ്റ് സർ. സർ, 3 വർഷം മുമ്പ് ഹമീദ് സാർ ഗൈഡായിരുന്ന സമയത്ത് എൻ്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായിരുന്നു സർ. സർ, ഹമീദ് സാർ മരിച്ചതിന് ശേഷം പകരം വന്ന സാറ് പറഞ്ഞ പോലെ എല്ലാം ഞാൻ റീവർക്ക് ചെയ്തില്ല സർ. വീട്ടിലെ സ്ഥിതി അത്രയ്ക്ക് മോശമാണ് സർ. സർ, പ്ലീസ് സർ, ഒരുപാട് കഷ്ടപ്പെട്ട സർ ഞാൻ ഇവിടെ വരെ എത്തിയത്. എവിടെ വരെ? എവിടെ വരെയെന്ന്? വിദ്യ, നീ ആ മുത്തുലക്ഷ്മിയെ കണ്ടോ? അവരുടെ അമ്മയും പണ്ടിവിടെ ഇതേ ജോലിക്കാരിയായിരുന്നു. ഇനി അവരുടെ മകളും ഇതേ ജോലി തന്നെ ഇവിടെ ചെയ്യും. അതേ ചെയ്യൂ. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഭക്ഷണം കൂടുതലുണ്ടെങ്കിൽ ഞങ്ങളത് മുത്തുലക്ഷ്മിക്ക് കൊടുക്കും. അവരത് സന്തോഷത്തോടെ വാങ്ങും. ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോകും. പക്ഷേ ഒരിക്കൽ പോലും ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് അവർ പരാതി പറഞ്ഞിട്ടില്ല. കാരണം അവർക്കറിയാം ഔദാര്യം അവകാശമല്ലാന്ന്. സി വിദ്യ, റിസർച്ച് ഈസ് അബൌട്ട് ക്വാളിറ്റി. അതെങ്ങനാ പാടത്തും പറമ്പിലും കുപ്പത്തൊട്ടിയിലൊക്കെ പണിയെടുക്കുന്നവരോട് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ 3 വർഷമായി സാറിൻ്റെ പേരിൽ വരുന്ന ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസുകളും സാർ നേരത്തെ പറഞ്ഞ 2.5 കോടിയുടെ സാങ്ഷനായ പ്രോജക്റ്റും എല്ലാം ഈ കുപ്പത്തൊട്ടിയിലെ ക്വാളിറ്റിയിൽ നിന്നാണ് സാർ ഞാൻ ചെയ്തെടുത്തത്. ഓ, യു ആർ ക്വസ്റ്റ്യനിങ് മീ. നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ അനുസരിക്കുക എന്നുള്ളതാ. ജസ്റ്റ് ഒബേ. അതെങ്ങനാ? കണ്ടവന്റെ കക്കൂസ് കഴുകുന്നവർക്കൊക്കെ ഓരോ പേരും പറഞ്ഞ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നവരാണ് ആദ്യം പറയാം. നിനക്ക് ഡീനോട് കംപ്ലൈന്റ് ചെയ്യണോ? ഗോ ഹെഡ്. നീയൊന്നും വിചാരിച്ച ഇവിടെ ഒരു ചുക്കും നടക്കില്ല. ആൻഡ് മൈൻഡ് യു, 7 അല്ല 10 വർഷം കഴിഞ്ഞാലും നീയൊക്കെ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എൻ്റെ ഒപ്പ് വേണം. ഓക്കെ? ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് ഇൻ ദ മിറർ. പോയി കണ്ണാടി നോക്കടി. It was not a suicide. It was institutional murder. ഒരു വിദ്യാർത്ഥിയെ, അവളുടെ സ്വപ്നങ്ങളെ, അവളുടെ വ്യക്തിത്വത്തെ, എന്തിനവളെ തന്നെ ഇഞ്ച് ബൈ ഇഞ്ച് ഇല്ലാതാക്കുക. You push them to a point where they have no other option. They said she quit. No, she did not quit. She was forced to quit. And this is a report about all the students who quit their lives and their careers in this campus. And idu grievance committeeയുടെ മുമ്പാകെ വിദ്യ സമർപ്പിച്ച പരാതിയുടെ കോപ്പി. And not so surprisingly, absolutely no action was taken by the committee. വിദ്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണത്തിന് ഈ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും ഉത്തരം പറഞ്ഞേ മതിയാവൂ. Therefore, I demand that the person whose name is in this complaint filed by Vidya gets suspended with immediate effect and an inquiry commission gets set up on the death of all 52 students. Sabha, this committee is totally democratic. So, തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. So, who all agrees to the demand put forward by Professor Sabha? So the meeting is over. Chali. സത്തുപോയവളുടെ തന്തയ്ക്ക് കംപ്ലൈന്റ് ഇല്ല, പിന്നെ അവൾക്ക് വേണ്ടി കുറയ്ക്കാൻ നിങ്ങൾ അവൾക്ക് ആരാ? I am her teacher.
ഒരു വിദ്യാർത്ഥിയുടെ മേലിൽ മറ്റാരെക്കാൾ അധികാരവും അവകാശമുള്ള ടീച്ചർ. ഡിവൈഎസ്പി ബ്രിജേഷ് കല്ലപ്പയ്ക്ക് പ്രൊഫസർ സഭാ മറിയത്തെ അറിയില്ല അല്ലേ? அது சார் இது போல ஒருபாடு பேர் பராதியுமாய் வரணில்லே, அதனால மறந்து போய் சார். ഇനി ഈ പരാതി ആരുടെ മുന്നിലാണ് ബോധിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് ഇതിൽ ഒരാളുടെ പേര് കൂടി എഴുതി ചേർക്കാനുണ്ട്. ഈ പരാതി എഴുതിയ സഭയ്ക്ക് പക്ഷേ അത് ഗവർണർക്ക് അയക്കാനായില്ല. അതിനു മുന്നേ അവർ മരിച്ചു, കൊല്ലപ്പെട്ടു. കാരണം ഈ പരാതി എത്തേണ്ടിടത്ത് എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഈ വിവരം അറിയിക്കേണ്ടവരെ അറിയിച്ചു. ഹലോ, സെൻട്രൽ യൂണിവേഴ്സിറ്റി സഭ, hey, relax. Actually, I want to show you something. ആ പരാതി അത് ഫോർവേഡ് ചെയ്യരുത്. ഒരാൾ പോലും പരാതിയായിട്ട് വരില്ല. Everything will be taken care of. That includes your promotion too. സഭ, I can talk to the VC. Yes. സഭ ഒന്നും ചെയ്യണ്ട. You will get your prize for your silence. എന്താ സഭ? താൻ ആരാടോ? പ്രൊമോഷൻ. ഈ യൂണിവേഴ്സിറ്റി ഗേറ്റ് കടന്ന് 200 മീറ്റർ മുന്നോട്ട് നടന്നാലേ പഞ്ചായത്ത് അംഗൻവാടിയാ. ഇവിടെ പേടിച്ച് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ ഐ വുഡ് മച്ച് റാദർ ബി എ ടീച്ചർ ഓവർ ദേർ. ഇനി ഇവിടെ ഒരു വിദ്യ ഉണ്ടാവില്ല. അതിന് ഇനി ഇവിടെ ഒരു വൈദർശനം ഉണ്ടാവരുത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാൽ നടന്നൊരു മർഡർ. പേഴ്സണൽ, അബ്സല്യൂട്ട് പേഴ്സണൽ റീസൺസ് കാരണമുണ്ടായ ഒരു മിയർ ഹിറ്റ് ആൻഡ് റൺ കേസ് തൊട്ടടുത്ത ദിവസത്തെ നാഷണൽ ഹെഡ്ലൈനായി മാറി. ആക്കി മാറ്റി ആര്? ആഴ്ചകളോളം ചാനലുകളിലും പത്രങ്ങളിലും ഓൺലൈൻ മീഡിയകളിലും ഈ വാർത്ത ട്രെൻഡിംഗ് ആയി. ട്രെൻഡിംഗ് ആക്കി എന്തിന്? 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്തെ ഏക സംസാര വിഷയം ഇത് മാത്രമായി. ഇത് മാത്രമാക്കി. ആർക്ക് വേണ്ടി? ആര്? എന്തിന്? ആർക്ക് വേണ്ടി? 3 ചോദ്യങ്ങൾ, ഒരൊറ്റ ഉത്തരം. It's a second phase of pneumonia. So we'll have to take a CT scan. Okay, doctor. Papa, ಜಾಗ್ರತೆ ಕೂತ್ಪೋಮ್ಮ. Take that file. Sir. Sir, IBT reports ആണ്. വരാനിരിക്കുന്ന അസംബ്ലി ഇലക്ഷൻസിൽ പാർട്ടിക്ക് ഭരണം നഷ്ടമാകും. ഹലോ
சார் ராம்நகர் பைபாஸ்ல அந்த சென்ட்ரல் யூனிவர்சிட்டி லேடி ப்ரொஃபஸரோட பாடி கிடைச்சிருக்கு சார். ஆக்சிடென்ட்டா? ஆமா, ஹிட் அண்ட் ரன் தான் சார். ஓ சார், ഐ തിങ്ക് ദർ ഇസ് എ പ്രോബ്ലം. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലേഡി പ്രൊഫസറിന്റെ ബോഡി സിറ്റി ഔട്ട്സ്കേർട്സിൽ ഹൈവേയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഹിറ്റ് ആൻഡ് റൺ ആണ്. ഓ, ഹിറ്റ് ആൻഡ് റണ്ണാ? ഹിറ്റ് ആൻഡ് റൺ. മൈനിങ് സ്കാം, ഹെലികോപ്റ്റർ സ്കാം, മെട്രോ കേസ്, ഇതെല്ലാം ഞാൻ തലയിലതാ വന്ന് വീഴും. മക്ക് இந்த எலெக்ஷன்ல வின் பண்ணா நான் தான் அடுத்த சிஎம். என்னடா பாத்துக்கிறீங்க? நிக்கிறீங்க தில்லிங்கல்ல, ஏதாவது பேசுங்கடா. ஹலோ ஹலோ சார், கேன் யூ ஹியர் மீ? മൂഞ്ചു മോറ കിട്ടിയ ഹലോ ഹലോ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കേ. ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണ്ട സർ. സർ, ആ ബോഡി വെറുതെ നമ്പർ ഇട്ട് മോർച്ചറി വെച്ച് തണുപ്പിക്കണം. ഷീസ് യുവർ ഹെഡ്ലൈൻ, ഷീസ് യുവർ ട്രംപ് കാർഡ്. പ്രകാശ്. ആ സർ, നിങ്ങളിപ്പോ ബോഡി ഷിഫ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ജസ്റ്റ് വെയിറ്റ് ഫോർ മൈ കോൾ. ഐ വിൽ ബി ഇൻ ടച്ച്. ഓൾ റൈറ്റ് സർ. 8 കോടി വരുന്ന ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ എപ്പോൾ കല്ലെറിയണം, എപ്പോൾ കൈയടിക്കണമെന്ന് ഇനി സാറിന് തീരുമാനിക്കാം. ഹെലികോപ്റ്റർ മൈനിങ് അഴിമതിയെല്ലാം അതിൽ പൊക്കോളും. സോ ഷാൽ വി? ആ ബോഡി ഡിസ്പാച്ച് ചെയ്യാനും ബാക്കി പ്രൊസീഡിങ്സിന് 4 പേര് വേണം. ലോക്കൽ ക്രൈം ലിസ്റ്റ് നിർത്തും. നോ നെഗോസിയേഷൻ, പറയുന്ന പണം ഫുൾ പേയ്മെന്റ് ഇൻ അഡ്വാൻസ്. രൂപേഷ്, യു ഹാൻഡിൽ ദ മീഡിയ ആൻഡ് PR. ഓക്കെ സർ. மேட்ரு முடிச்சு நான் கூப்பிடுறேண்ணா. வேண்டாம், நானும் வரேன். நம்ம 5 பேரும் தான் பண்ண போகிறோம். இதை நீங்கள் எல்லாரும் ஷேர் பண்ணிக்கோங்க. சரியா? பார்த்து ஜாக்கிரதை. ಸರ್, ಅವ್ರು ಹೇಳಿದಾರಲ್ಲ, എടുത്തിട്ട് പോങ്ങയ്യാ. ನೋಡ್ಕೊಂಡೆ जल्दी जल्दी, कोई नहीं है. ஓகேண்ணா, என்னாச்சு? முடிஞ்சிருச்சு. ACP സജൻ കുമാർ റെഡി ടു ടേക്ക് ചാർജ്. ഹീറോ എൻട്രിക്കുള്ള സമയമായി അല്ല? ഹലോ, சொல்லுங்க சார். ആ കോളേജ് പിള്ളേരെ തല്ലി ഒതുക്കിയേക്ക്. ஓகே சார், ஓகே. We are on. Break the news in all news channels, national and regional. News leak ആയിತು sir, and we heard from the. ആരാണ് കൂടെ വന്ന് ഒറ്റിയത്? സി DIGയുടെ കോളാണ്. Sir, we are really sorry, sir. 30 ദിവസത്തിനുള്ളിൽ അത് ചെയ്തവരെ ഞാൻ മുന്നിൽ കൊണ്ട് നിർത്തി തരും.
the architect of the plan, and the master brain behind its execution, ACP Sajjan Kumar. Objection, Your Honor. These are just fabricated stories. ഡിഫൻസിന്റെ വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇതെല്ലാം. ഒരു തെളിവുമില്ലാതെ നടത്തുന്ന ബേസ്ലെസ് അലിഗേഷൻസ്. തെളിവുണ്ടെങ്കിലോ? Everything was his plan. Everything except the encounter. That was an order from the top. മുകളിൽ നിന്നൊരു ഓർഡർ. മുകളിൽ നിന്ന് ആരുടെ ഓർഡർ? ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദിസ് ഇസ് അബ്സർഡ്. ഐ എം സോറി സജൻ. അവരെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. സാർ, யோ அவரை இവിടുന്ന് ஷிஃப்ட் செய்யவா? ആരാ സാർ? யாரையா? யோ அந்த 4 பேரையா വേഗമാ വണ്ടി റെഡിയാക്ക്. സാർ, നമ്മുടെ പോലീസ് വാൻ സർവീസിലാണ് സാർ. അതുകൊണ്ട് ജീപ്പ് കൊണ്ടുപോകണ സേഫാണ് സാർ. சரி, அதானே சார் கிட்ட கேட்டு சொல்றேன். സജൻ, സർ, DIG വിളിച്ചിരുന്നു. കേസിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. ഇനിയിപ്പോ டிஐஜிக்கு ஹோம் செக்ரட்டரியை விட்டு ஃபோன் பண்ண வச்சதே நான் தான். அதுக்கு மேலே இனி என்ன நடக்க போகுதுன்னு எதுவுமே அவனுக்கு தெரியாது. ஃபினிஷ் தம் ஆஃப். സോറി സർ. ஐ செட் தீர்த்து கலைஞியக்கு. സർ, സാർ ഉദ്ദേശിച്ച മീഡിയ കവറേജും പബ്ലിക് സപ്പോർട്ടും എല്ലാം ഇപ്പോൾ സാറിനുണ്ട്. ഇനിയൊരു കോടതി വിധിയും കൂടെ മതി സർ. അതും കിട്ടും സർ. ഐ പ്രോമിസ്. ACP, ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ ജയിക്കാൻ എന്ത് കളിയും കളിക്കും. ഇവിടെ നോട്ട് നിരോധിക്കും. വേണ്ടി വന്നാൽ വോട്ടും നിരോധിക്കും. ഓർത്തൊന്നും ചോദിക്കില്ലടോ. പക്ഷേ തനിക്ക് വേണ്ടി എന്നും ഈ ഞാനുണ്ടാകും, ഈ പാർട്ടിയും. നിയുക്ത CM-ന്റെ വാക്കാണു ACP. എന്നാലും സർ, എൻകൗണ്ടറിൽ അവരെ കൊന്നുകളയാന്ന് വെച്ചാൽ ஒரு ராஷ்டிரியக்காரண்ட ஏற்றவும் வலிய ஆயுதம் அது என்னன்னு தெரியுமா உனக்கு? விகாரம். ஜனங்களோட விகாரம். அது ஒரு பிராந்தான. அவரோட விசாரங்களை, புத்திய, தீர்மானங்களை மாற்றி மறக்கின பிராந்த். ആ ഭ്രാന്ത് പിടിപെട്ട പിന്നെ അവർ അണികളല്ലടോ, ഭക്തരാണോ. നാം ആ വികാരത്തെ ആളി കത്തിക്കാൻ പോവുകയാണ്. മറ്റെല്ലാം മറന്നു പോകുന്ന ആ വികാരത്തിൽ നമ്മൾ പിടിച്ചെടുക്കും അധികാരം. ഫിനിഷ് ദം. സാർ, എൻകൗണ്ടറാ? മേളിൽ നിന്നുള്ള ഓർഡറാ. വണ്ടി എടുക്ക. സർ, സാറാ സിഗരേറ്റാ? വെളിക്ക് വെളിക്ക് നമ്മക്ക് മാത്രം ഒന്നും തരല്ല. സുന്ദർ, സ്ട്രൈറ്റ് ടു SL പുരം സ്റ്റേഷൻ. ഞങ്ങൾ എത്തിക്കണം. കോപ്പി സർ. വണ്ടി സ്ട്രൈറ്റ് SL പുരം സ്റ്റേഷനിൽ വിടും. വണ്ടി ലെഫ്റ്റ് എടുത്ത് ബീക്കൺ ഓഫീസ്.
സൈലന്റ് ആയിരുന്നപ്പാ. മൂർത്തി അവരെ പുറത്തിറക്കാം. ഇറങ്ങിക്കോട്ടെ. क्या सर रिलैक्सेशन का मूड है क्या? क्या कमल का फेस है. ಸರ್ ಎಲ್ಲ ಸರ್ ಹಿಂಗೆ ಇಷ್ಟೊತ್ತಿಗೆ ಆನೆಯಿಂದ ಬೇಕಲ್ವಾ? ನನ್ನ ಚಟ್ಟಿ ಕೂಡ ಅಲ್ಲಿ ಉಂಟು. उसको चड्डी का याद आया. चड्डी उसका रूम का पास है. चड्डी बड़ा बोल है ना, लेके क्या வாய் மோட்டர் சொல்றா. उसमें पैसा अभी जाएगा ना वो नया स्टेशन, वो भी अच्छा रहेगा. सुनने रहो. हम तुम एक कमरे में बंद हो. कर ले. മാറി നിൽക്കടാ. என்ன சார் இப்படி பண்றீங்க? I'm sorry, sir. കൈയടിക്കുന്നില്ലേ? പടക്കം പൊട്ടിക്കുന്നില്ലേ? ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ പോസ്റ്റ് ചെയ്യുന്നില്ലേ? ഒരു തെളിവും വേണ്ട, അവരത് ചെയ്യും. ഒരു കാരണങ്ങളും അറിയണ്ട, അവരെ ശിക്ഷിക്കണം. ഒരു കോടതിയും ഒരു നിയമവും വേണ്ട, അവരെ കൊല്ലണം. ആ 4 പേരെ കൊന്നപ്പോ നിങ്ങൾ ഓരോരുത്തരും അത് ആഘോഷമാക്കിയത് നീതി നടപ്പാക്കി കാണാനുള്ള ഒടുക്കത്തെ പൊതുബോധം കൊണ്ടൊന്നുമല്ല. It's because you wanted them killed. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ കൂട്ടക്കൊലകൾ ചെയ്ത എത്രയോ പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. തൊടില്ല, തൊടാൻ ധൈര്യപ്പെടില്ല ഒരുത്തനും. പക്ഷെ ഒരു കാരണവുമില്ലാതെ ഈ 4 പേരെ കൊല്ലാം. അതിന് കാരണം അവരുടെ ഐഡന്റിറ്റിയാണ്. അവർ പോലും അറിയാതെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മുകളിൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഐഡന്റിറ്റി. Because your identity is their vote, their politics. ഒരു 2ാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫെയർ, അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം. The politics of discrimination, the politics of hate. എന്തിന്? കോടതിയെ കൊണ്ടുപോലും അവരെ കണ്ടാൽ അറിയില്ലേ എന്ന് പറയിപ്പിച്ച പച്ചയായ ജാതിയുടെ രാഷ്ട്രീയം. നാല് പേരെ ഉടുവസ്ത്രമഴിച്ച് തെരുവിൽ തല്ലുന്നു. അതങ്ങ് ബീഹാറിലല്ലേ? മാംസം കടത്തിയതിന് ഒരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു. അതങ്ങ് UP-യിലല്ലേ? പോലീസ് മർദ്ദനമേറ്റ് കസ്റ്റഡിയിൽ വെച്ച് 2 പേർ കൊല്ലപ്പെടുന്നു. അതങ്ങ് തൂത്തുക്കുടിയിലല്ലേ? വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു. അതിങ്ങ് കേരളത്തിലല്ലേ? അല്ല, ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഒരു ചാർജ് ഷീറ്റ് പോലും ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ആ 4 പേർക്കുമെതിരെ ഈ നാട് മുഴുവൻ വിധി എഴുതണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. വിദ്യ എന്ന പെൺകുട്ടി അവളുടെ ഡെത്ത് നോട്ടിൽ അവസാനമായി കുറിച്ച വാക്കുകൾ: മൈ ബർത്ത് വാസ് മൈ മിസ്റ്റേക്ക്. ഈ രാജ്യത്ത്
ഈ വ്യവസ്ഥിതിയിൽ ജനിച്ചു പോയി എന്ന ഒറ്റ തെറ്റ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ, യുവർ ഓണർ. Their birth was indeed their mistake. And finally, after all this, എന്തിനായിരുന്നു ഇതെല്ലാം? And the answer, Your Honor, is this report submitted by the Intelligence Bureau just 2 months ago to the government, which says that വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് അധികാരം നഷ്ടമാകും. ആ അധികാരം നിലനിർത്താൻ, ആ അധികാരം വീണ്ടെടുക്കാൻ അവർ ഉപയോഗിച്ച വെറും ഉപകരണങ്ങളാണ് 4 പേർ. ആ 4 പേരെ തെരഞ്ഞെടുക്കാൻ, ആ 4 പേരെ പർച്ചേസ് ചെയ്യാൻ, ഒടുവിൽ അതേ 4 പേരെ കൊന്നുകളയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു? ആ ധൈര്യമാണ്, ആ വിശ്വാസമാണ് യുവർ ഓണർ ഈ നാട്ടിലെ രാഷ്ട്രീയം. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും, ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ. This court appreciates the human rights perspective brought in by the Defense Counsel and takes due cognizance of the allegations made by the Defense Counsel that there have been serious violations of rules of law in the encounter killings of the 4 accused. Therefore, this court recommends to the government to relieve the concerned police official from all official duties with immediate effect. പോലീസ് സർവീസ് ഏറ്റെടുക്കുമ്പോൾ ഏതൊരാളും മനസ്സിൽ കുറിക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. രാഷ്ട്രീയവും അധികാരവും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഈ ട്രിപ്പീസുകളിൽ ആ തീരുമാനങ്ങൾ ഓരോന്നോരോന്നായി ഇല്ലാതാവും. പക്ഷെ ഒരു നാൾ ഗാലറിയിൽ കാഴ്ചക്കാരായി കൈയടിച്ചിരുന്ന നമ്മളും ആ മരണക്കിണറിൽ വീഴും. അവർ വീഴ്ത്തും. சன் சிசிடிவி ஃபுட்டேஜ்ல இருந்து கிடைச்ச வண்டி நம்பர் ட்ரேஸ் பண்ணியாச்சு. ஆனா அந்த நம்பர் ஃபேக் ஆனது. எனக்கு என்னவோ இதுக்கு பின்னாடி யாரோ. ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എല്ലാം ധൈര്യത്തോടെ നേരിടണം. മകനൊന്നും സംഭവിക്കല്ല. യു ടേക്ക് കെയർ. ഓക്കെ? ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ ജയിക്കാൻ എന്ത് കളിയും കളിക്കും. കാരണം നേടിയെടുക്കാനുള്ളത് അധികാരമാണ്. ஹீரோவுக்கு ட்ராஜடி எப்பொழுதுமே மைலேஜ் தான். நம்ம ஹீரோ കത്തി കയറട്ടെ. കയ്യടികൾ കല്ലേറുകളാകുമ്പോഴും ആൾക്കൂട്ടത്തിൽ തനിച്ചാകുമ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില മുഖങ്ങളുണ്ട്. ചില വാക്കുകൾ. എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം ഞാൻ ചെയ്തതിൻ്റെ അവനിപ്പോൾ ഇങ്ങനെ കിടക്കുന്നു. ഒന്നും ഉറങ്ങാൻ പറ്റില്ലടോ. എനിക്കെന്റെ മോനെ വേണം. പകരം കൊടുക്കേണ്ടത് നിങ്ങളുടെ കരിയർ ആണെങ്കിലും നിങ്ങളുടെ ജീവനാണെങ്കിലും അത് കൊടുത്ത് എനിക്കെന്റെ മോനെ തിരിച്ചു വേണം. അതിനുശേഷം ഒരു യാത്രയായിരുന്നു. പോയ വഴികളിലൂടെ, കണ്ട മുഖങ്ങളിലൂടെ സത്യം തേടിയുള്ളൊരു യാത്ര. ആ യാത്രയിൽ മറ്റൊരുപാട് സത്യങ്ങൾ. മൂർത്തി,
സർ ഇതെല്ലാം ഫയൽ ചെയ്ത് സൂക്ഷിക്കണം. ശരി സർ. സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലേഡി പ്രൊഫസറിന്റെ ബോഡി സിറ്റി ഔട്ട്സ്കേർട്സിലെ ഹൈവേയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഹിറ്റ് ആൻഡ് റൺ ആണ്. ആ സിദ്ധ. യെസ് സർ. അന്നത്തെ ആ റിംഗ് റോഡിലെ ഹിറ്റ് ആൻഡ് റണ്ണിനെ കുറിച്ചാ. ഏതായിരുന്നു ജൂറിസ്ഡിക്ഷൻ? ഐ തിങ്ക് ഇറ്റ്സ് സെന്റ് തോമസ് മോണ്ട് സർ. സർ ട്രാഫിക്കിലിരുന്ന് കിട്ടിയ ലിസ്റ്റാണ്. സാർ പറഞ്ഞ ടൈമിന്റെ 1 hour പ്രോക്സിമിറ്റിയിൽ സെന്റ് തോമസ് മോണ്ട് സ്പീഡ് റഡാറിൽ ഡിറ്റക്ട് ആയ വാഹനങ്ങളുടെ ലിസ്റ്റാണ്. ആ സത്യങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ പേര്. എല്ലാ സത്യങ്ങളും ഇതിനകത്തുണ്ട്. താനിത് കോടതിയിലെത്തിക്കണം. എനിക്കെതിരെ മൊഴി പറയണം. സാർ ഇത് തെരിഞ്ഞ സാർ അറിയാടോ, ഒരു രാത്രിയെങ്കിലും സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. சார் அந்த ப்ரொஃபஸர் அரெஸ்ட் பண்ணியாச்சு. ஸ்ரீதேவி இப்போ ஸ்கூலில் போகணுண்டு. சார் நீங்கள் எப்படி சார் இருக்கீங்க? സമാധാനമുണ്ട്. நான் வரேங்க சார். മൂർത്തി സാർ താൻ ഏർപ്പാടാക്കിയ വക്കീൽ കൊള്ളാം. പക്ഷെ തനിക്കറിയാത്തൊരു പാസ്റ്റ് ഞങ്ങൾ തമ്മിലുണ്ട്. சார் அதில் அவர் வாதிச்சது உங்களோட கேஸ் மட்டும் இல்லை சார். அவர் முடிச்சது அவரோட கேஸை தான். அவர் வக்கீல் யூனிஃபார்ம் போடுறதுக்கு முன்னாடியே இன்னொரு யூனிஃபார்ம் போட்டிருந்தார். நியமம் நடப்பிலாக்கானாகி தெரிஞ்செடுத்த ஒரு யூனிஃபார்ம். One final question, Mr. Aravind. You are a gold medalist in law from Delhi University. Then why civil service? Because I believe the law is not just meant to be practiced, sir. Sometimes the law will have to be enforced. Sir. പക്ഷേ ആ യൂണിഫോം തന്നെ അദ്ദേഹത്തെ ശിക്ഷിച്ചു. அவர் கூட இருந்தவங்களே அவருக்கு சதி பண்ணிட்டாங்க. அவர் விசுவசிச்ச நியமம் തന്നെ അയാളുടെ കൈകളിൽ വിലങ്ങടിയിച്ചു. ஒரு மனிதன் அவரோட வாழ்க்கையில எவ்வளவு வேதனையை தாங்க முடியுமோ அதையும் தாண்டி போனது. அந்த வேதனையை நான் பார்த்தேன். This is ridiculous. எனக்கு அரவிந்த் பார்த்தே ஆகணும். I don't understand this. அந்த அம்மாவை பற்றி நினைக்கும் போது தான் சார் அரவிந்த் சுப்ரீம் கோர்ட் பெயில் ரிஜெக்ட் பண்ணிட்டாங்க. ஆனா அரவிந்த் we'll fight, okay? அரவிந்த் பத்மா, I will fight for you. பத்மா. ஆனா அந்த விலங்கு போட்ட கையில தான் இந்த கேஸ் போகணுன்றது நாம எடுத்த முடிவில்லை சார். அதுதான் நியோகம். உங்க முன்னாடி வந்து எனக்கு நிக்க கூட தகுதி இல்லை தான். இருந்தாலும் സാറിനെ തോൽപ്പിച്ച നിയമം കൊണ്ട് തന്നെ സാർ പകരം ചോദിക്കണം.